5 ദിവസം 4-5 ദിവസം മുമ്പേ ജയിലിൽ നിന്ന് മോചിതരാകേണ്ടിയിരുന്ന കന്യാസ്ത്രീകൾ ഈ 9 ദിവസം ജയിലിൽ കിടക്കാൻ കാരണം ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇത്തരത്തിലുള്ള ഈ ഷോ ആയിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. ഈ പൊന്നുരുക്കുന്നിടത്ത് എന്താണ് പൂച്ചയ്ക്ക് കാര്യമെന്ന് ചോദിക്കുന്നത് പോലെ ഇവിടുത്തെ വി ഡി സതീശനും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഛത്തീസ്ഗഡിൽ അവിടെ നീതിപൂർവമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന സമയത്ത് എന്തിനു വേണ്ടി വന്നാണ് ഇത്തരത്തിലുള്ള ഈ സമര ആഭാസങ്ങൾ കാണിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. ഇന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് അവിടെ ജാമ്യം വന്ന സമയത്തും അവിടുത്തെ പ്രോസിക്യൂഷൻ എതിർത്തു എന്ന വിഡ്ഢിത്തമാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ആരാണ് ഈ വിവരം കൊടുക്കുന്നതെന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇന്ന് യഥാർത്ഥത്തിൽ കോടതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്നലെ നടന്ന വാദത്തെ തുടർന്ന് ഇന്ന് വിധി പറയൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ വി ഡി സതീശൻ കുറച്ചു മുമ്പ് പറഞ്ഞത് ഇന്നും പ്രോസിക്യൂഷൻ അതിനെ എതിർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി ഡി സതീശൻ ഒരുമാതിരി ഈ കേരളത്തിൽ വർഗീയ ലഹളയുണ്ടാക്കി, മതസ്പർദ്ധയുണ്ടാക്കി, അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ശവന്തീനി കഴുകനെ പോലെയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരത്തിലുള്ള സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ശവന്തീനി കഴുകൻ്റെ പണി വി ഡി സതീശൻ അവസാനിപ്പിക്കണമെന്നാണ് ബി ജെ പിക്ക് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത്. ബി ജെ പി ഈ വിഷയത്തിലെടുത്ത നിലപാട് പൊതുസമൂഹത്തിൽ വളരെ ബോധ്യമുള്ളതാണ്. ബി ജെ പിയുടെ പ്രതിനിധി സംഘത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട അന്ന് തന്നെ ഇവിടെ നിന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അയച്ചു. ശ്രീ അനൂപ് ആൻ്റണി ഛത്തീസ്ഗഡിൽ ചെന്ന ശേഷം അദ്ദേഹം അവിടുത്തെ സമരം നടത്താനോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഷോ കാണിക്കാനോ അല്ല പരിശ്രമിച്ചത്. ശ്രീ അനൂപ് ആൻ്റണി ആദ്യം ചെയ്തത് അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ചെന്ന് കാണലായിരുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ചെന്ന് കണ്ടു. അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അതിനുശേഷം അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതിനുശേഷം പ്രോസിക്യൂഷനെ കണ്ടു.